കേരളത്തിന്റെ ഒരു ഭംഗി. വെറുതെ അല്ല ആൾക്കാർ പറഞ്ഞ കേരളം പ്രകൃതി രമണീയമാണെന്ന്. ഒന്ന് പോയിക്കോളൂ. എന്റെ മലയാള സിനിമയുടെ ഷൂട്ടിംഗ് കേരളത്തിന് പുറത്ത് തന്നെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. ഓക്കേ, സിനിമ ഷൂട്ടിംഗ് ആണ്. അതെ, ഒരു ചാൻസ് തരുവാ. ഞാൻ ലൊക്കേഷൻ നോക്കിക്കൊണ്ടിരിക്കണ. ദയവേ തന്നെ ശല്യപ്പെടുത്തല്ലേ പ്ലീസ്. പടത്തിന്റെ പേരെഴുതി കാണിക്കുന്നത് ഇവിടുന്ന് തന്നെ. കഥ, തിരക്കഥ, സംഭാഷണം, സംവിധാനം, ക്യാമറ എന്നിട്ട് നേരെ മുകളിലേക്ക്. എന്റെ അമ്മേ, നിന്റെ നിന്നെ ഞാൻ എന്റെ സുഹൃത്തെ ഒരു സംഭവം ഉണ്ട്, ഞാനത് തരാം. ദയവേത് ഇത് കളക്കല്ലേ കേട്ടോ. എവിടെ വന്നെ ഞാൻ? ഈ സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുന്നത് ഹോങ്കോങ് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. അതായത് നായകനും നായികയും കണ്ടുമുട്ടുന്നത് ഹോങ്കോങ്ങിൽ വെച്ചാണ്. അത് കഴിഞ്ഞ് വില്ലൻ നേരെ ചൈനയിലേക്ക് പോകും. ഒരു കാര്യം ചെയ്യും, ഞാൻ ചൈനയിൽ വരാം. താൻ ചൈനയിൽ വരണ്ട, വില്ലൻ നേരെ ചൈനയിലേക്ക് പോവുകയാണ്. അങ്ങോട്ടേക്ക് നമ്മുടെ നായകൻ വരുന്നു. അപ്പൊ നമ്മുടെ വില്ലൻ നേരെ അമേരിക്കയിലേക്ക് പോകും. അപ്പൊ ഞാൻ അങ്ങോട്ട് വരുന്നു, അമേരിക്കയിലേക്ക് താൻ വരണ്ട, തന്നെ ഞാൻ വിളിച്ചോളാം. അങ്ങനെ ഇത് അമേരിക്ക, ചൈന, ഉഗാണ്ട എന്ന് പറയണ്ട, ഇന്ത്യക്ക് പുറത്താണ് മൊത്തം ഷൂട്ടിംഗ്. ഇതിന്റെ അപ്പൊ ഇന്ത്യ ഷൂട്ടിംഗ് ഒന്നും ഇല്ല. ഇന്ത്യയിൽ ഷൂട്ടിംഗ്. ആ പ്രൊഡ്യൂസറുടെ നമ്പർ തന്നെ. എന്തിനാണ് പ്രൊഡ്യൂസർ നമ്പർ? അല്ല സാറി, കേരളത്തിനകത്തൊന്നും ഇല്ലല്ലോ ഷൂട്ടിംഗ്. കേരളത്തിലുണ്ട്. കേരളത്തിൽ ഒറ്റ സീനേ ഉള്ളൂ, മലയാള സിനിമയുടെ പേരെഴുതി കാണിക്കുന്ന അത് മാത്രമേ ഉള്ളൂ. അപ്പൊ പ്രൊഡ്യൂസർ നമ്പർ പെട്ടെന്ന് എടോ, ഫോൺ നമ്പർ, അഡ്രസ് ഒക്കെ. ഓ, എനിക്ക് മനസ്സിലായി. ചാൻസ് കൂടുതൽ മേടിച്ചെടുക്കാനുള്ള പരിപാടി ആയിരിക്കും. പിച്ചക്കാരനല്ലാതെ വേറെ വേഷം മേടിച്ചെടുക്കുന്ന പരിപാടിയല്ല. സാറി സിനിമയിലും അമേരിക്കയിലും ചൈനയിലും ഹോങ്കോങ്ങിലും ഇംഗ്ലണ്ടിലും മലേഷ്യയിലൊക്കെ ഷൂട്ട് ചെയ്യണം. അതെ, കേരളത്തിൽ ഇവിടെ റിലീസ് ചെയ്യൂല. കേരളത്തിൽ ഇവിടെ ഓടിക്കഴിഞ്ഞ് എന്തായാലും തകർന്ന് കുത്തുവാള എടുത്ത് പണ്ടാരം ഒടുങ്ങി പോകും. ഞാനും ആ പ്രൊഡ്യൂസറും കൂടെ ഒരുമിച്ചിരുന്ന് തെണ്ടണ്ടേ. പിന്നെ അപ്പൊ ഒന്ന് പരിചയപ്പെട്ടിരിക്കണം, നല്ലതല്ലേ സാറേ?